Hello everyone, it's me Rahul. Welcome to Mind Trend FX, my YouTube channel. So ഇന്ന് ഞാൻ നിഫ്റ്റിയിൽ ട്രേഡ് എടുത്തെന്ന് ചോദിച്ചാൽ ഞാൻ പേഴ്സണലി ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഗ്രൂപ്പിൽ ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ 11 o'clock വരെ ചെറിയൊരു വർക്ക്ഷോപ്പ് ബിസി ആയിരുന്നു. ആൻഡ് വരുന്ന വ്യാഴാഴ്ച വരെ ഞാൻ കുറച്ച് ബിസി ആയിരിക്കും. ആഫ്റ്റർ 11 o'clock കഴിഞ്ഞായിരിക്കും ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ടാവുക. ഓക്കെ, സോ നമ്മുടെ നിഫ്റ്റി നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു ഹ്യൂജ് ഗ്യാപ്പ് ഡൗണിന് ശേഷം നമ്മുടെ 23,966, അതായത് 23,700 എന്ന ലെവലിൽ നിന്ന് ഒരു പുൾ ബാക്ക് ആണ് കാണിച്ചിട്ടുള്ളത്. എന്നിട്ട് 24,078 ആ റേഞ്ചിൽ പോയി ടച്ച് ചെയ്തിട്ട് നിഫ്റ്റി ക്ലോസ് ചെയ്യുക ചെയ്തിട്ടുള്ളത്. അതോ അല്ലേ? സോ ഈ ഒരു ക്യാൻഡിൽ പാറ്റേൺ നമുക്കറിയാം. വാട്ട് ഈസ് ദിസ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഇതിനകത്ത് തന്നെ, അസെൻഡിങ് ട്രയാങ്കിൾ. സോ മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്തിട്ടുള്ള മുകളിൽ താഴോട്ട് വന്നു, മുകളിലോട്ട് പോയി ഈ ഒരു ലോയിലെത്തുമ്പം കറക്റ്റ് ആ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി ട്രയാങ്കിൾ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റിൽ പുഷ് ചെയ്തു. ഇതാണ് ഇതിൽ നടന്നിട്ടുള്ളത്, നിഫ്റ്റിയിലും നടന്നിട്ടുള്ളത്. സോ നിഫ്റ്റിയുടെ ഈ മൂവ്മെൻറ്റ് എവിടുന്നാണ് വന്നിട്ടുള്ളത്? 1045 അല്ലെങ്കിൽ 1050. ഓക്കെ, സോ നമ്മൾ ക്രൂഡ് ഓയിൽ എടുത്തിട്ട് ക്രൂഡ് ഓയിൽ എപ്പോഴാണ് ഫാൾ ചെയ്തിട്ടുള്ളത്? 1045. സി കോറിലേഷൻ നിങ്ങൾ നോക്കണം. 1045 ക്രൂഡ് ഓയിൽ ഫാളിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റി എപ്പോഴാണ് മുകളിൽ കയറിപ്പോയത്? ഫസ്റ്റ് ക്യാൻഡിൽ ബുള്ളിഷ് കാണിച്ചത് 1045. കണ്ടോ? സോ ദിസ് ഈസ് എ കോർ റിലേറ്റഡ്. ആൻഡ് വേർ ഇസ് ദ വിക്സ്? ഇന്ത്യ വിക്സ് എപ്പോഴാണ് താഴോട്ട് വേണ്ടിയിട്ടുള്ളത്? നമുക്ക് നോക്കാം. ഇന്ത്യ വിക്സും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇന്ത്യ വിക്സ് എപ്പോഴാണ് താഴോട്ട് വേണ്ടിയിട്ടുള്ളത്? 1045. സോ ഇന്ത്യ വിക്സ് 1045 ക്രാഷ് ആവുന്നു, നിഫ്റ്റി 1045 ബുള്ളിഷ് ആവുന്നു, 1045 ക്രൂഡ് ക്രാഷ് ആവുന്നു. സോ എല്ലാം കോ റിലേറ്റഡ് ആണ്. ഇതിൻ്റെ മുന്നേ നമുക്ക് എവിടുന്ന് മനസ്സിലായി നിഫ്റ്റി മുകളിലോട്ട് ഇതിൻ്റെ താഴോട്ട് നിഫ്റ്റി പോകത്തില്ലാന്ന്? 23,700 ഒരു മേജർ സപ്പോർട്ടായിരുന്നു. 23,700 ആസ് എ സ്ട്രൈക്ക് പ്രൈസ് ഒരു മേജർ സപ്പോർട്ടും കൂടെ ആയിരുന്നു. സോ ഇത്രയും കാര്യം പോരെ നിഫ്റ്റി ഇന്ന് എങ്ങോട്ട് പോകും എന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ? സോ ഇതൊക്കെ നമ്മുടെ കോഴ്സിൽ നമ്മുടെ സ്റ്റുഡൻസിനെ വളരെ വ്യക്തമായി ഈ ഡാറ്റ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന്, ഇതിൻ്റെ ഏതൊക്കെ സോഫ്റ്റ്വെയറിലാണ് നോക്കേണ്ടത്, എങ്ങനെ നോക്കണം, എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യുന്നത്, എല്ലാം നിങ്ങളെ പഠിപ്പിച്ച് ഞാൻ തരുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. സോ അതാണ് ഞാൻ എപ്പോഴും പറയാറ്, ഫസ്റ്റ് യു ലേൺ ദ ട്രേഡിംഗ് ദെൻ ഏൺ ദ മണി ഫ്രം ദ മാർക്കറ്റ്. ഓക്കെ, സോ ഇത്രയും കാര്യം ഓക്കെ ആയിരുന്നു. ഇത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് മൂവ് ചെയ്തു മുകളിലോട്ട്. ഓക്കെ, ഇതാണ് മാർക്കറ്റിൻ്റെ ഇന്നത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. സോ നമുക്ക് നിഫ്റ്റി നമ്മളൊരു ബുള്ളിഷ് ട്രേഡിലോട്ട് നമ്മൾ ഫുള്ളി ബുള്ളിഷ് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 24,500 മുകളിൽ മാർക്കറ്റ് പോയാൽ മാത്രമേ നമുക്ക് ബുള്ളിഷ് സെൻറ്റിമെൻറ്റ്സ് മാർക്കറ്റിൽ വരുള്ളൂ. ഓക്കെ, 24,500 മുകളിൽ മാത്രമേ നമ്മൾ ബുള്ളിഷ് സെൻറ്റിമെൻറ്റ്സ് മാർക്കറ്റിൽ വരത്തുള്ളൂ, ഈ ഏരിയയുടെ മുകളിൽ. ഓക്കെ, അതുവരെ നമുക്ക് ട്രേഡ് ചെയ്യാം. ബുള്ളിഷ് സെല്ലോ ട്രേഡ് ചെയ്യണമെന്നല്ല, ട്രേഡ് ചെയ്യാം. മാർക്കറ്റിൻ്റെ നാളത്തെ സ്ട്രക്ചർ നോക്കിയിട്ട് മാർക്കറ്റിൻ്റെ നാളത്തെ എന്താണ് മാർക്കറ്റ് ചെയ്യുന്നത് നോക്കിയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. സോ നമ്മൾ ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ മുകളിലോട്ട് വലിയ റെസിസ്റ്റൻസ് ഒന്നുമില്ല. ഇവിടെ നല്ലോണം പുട്ട് റൈറ്റേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. റെസിസ്റ്റൻസ് ഉണ്ട്, ബട്ട് ഇറ്റ്സ് നോട്ട് എ ഹ്യൂജ് റെസിസ്റ്റൻസ്. ബട്ട് 24,000 ഒരു നല്ല സപ്പോർട്ടുണ്ട്. ഇത് ബ്രേക്ക് ചെയ്താലാണ് താഴോട്ട് വീഴുക. ഇന്നത്തെ ലോ വരെ താഴോട്ട് മാർക്കറ്റ് വരാനും ചാൻസ് ഉണ്ട്. സോ നമുക്ക് നാളെ എങ്ങനെ ട്രേഡ് ചെയ്യാം? ഈ ട്രെൻഡ് ലൈൻ നാളെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, സോ നാളെ മാർക്കറ്റ് ഓപ്പണായിട്ട് ഒന്ന് ഈ ഒരു ഏരിയ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് സെല്ല് ചെയ്യാം. അതല്ല, ഒരു സേഫ് സെല്ലിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിൻ്റെ താഴെ നമുക്ക് മാർക്കറ്റിനെ വരികയാണെങ്കിൽ, ഈ ട്രെൻഡ് ലൈനിൻ്റെ താഴെ മാർക്കറ്റിന് വരികയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിനെ ഇവിടുന്ന് ഷോർട്ട് ചെയ്യാം. എവിടം വരെ ഷോർട്ട് ചെയ്യാം? ഈ ഒരു ലോ വരെ ഷോർട്ട് ചെയ്യാം. മനസ്സിലായോ? ഈ ഒരു ലോ വരെ നിങ്ങൾക്ക് ഷോർട്ട് ചെയ്യാം. സോ ഇതാണ് നാളത്തെ ട്രേഡിംഗ് പ്ലാൻ. ഓക്കെ, ആസ് പെർ നൗ ഇതാണ് നാളത്തെ ട്രേഡിംഗ് പ്ലാൻ. നമ്മൾ ബുള്ളിഷ് അല്ല, നമ്മൾ സെൽ ഓൺ റൈസാണ് യൂസ് ചെയ്യുക. സോ നാളെ ഈ ട്രെൻഡ് ലൈനിൻ്റെ താഴെ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് ഇതിന് ഷോർട്ട് ചെയ്യാം. ഇതിന് മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള എൻട്രി ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം. ഓക്കെ, ഇപ്പം ജസ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് എൻ്റെ തൊണ്ട ക്ലിയർ അല്ല, അതുകൊണ്ടാണ് ഈ വർത്തമാനം പറയുന്നത്, സോറി. സോ ഇതാണ് നാളത്തെ നിഫ്റ്റിയിലെ പ്ലാൻ. ഓക്കെ, സോ
നിങ്ങൾക്കൊന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തുകൊണ്ട് നിഫ്റ്റി മുകളിലോട്ട് പോയി, എന്തൊക്കെ ഡാറ്റയാണ് നമ്മൾ അവിടെ കണ്ടുപിടിച്ചത്, നാളത്തെ പ്ലാൻ എന്താണ്, ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. താങ്ക് യു.